ഹലോ ഗേസ്, ജിതനാണ് യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് മുന്നേ തുടങ്ങി എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ആഭിചാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചേട്ടന് കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന്. ഞാനങ്ങനെ ഷെയർ ചെയ്യാണ്ടിരുന്നൊരു ടോപ്പിക്കാണ്. പക്ഷേ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കുക എന്ന്. ഞാൻ കുറച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട്. അത് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ആ വീഡിയോ. അത് കണ്ടാൽ മതി. പലരും എൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു റീൽ പോസ്റ്റ് ചെയ്തത്. എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ആ വിചാരത്തിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ തുറന്നു പറയട്ടെ എന്ന് പറഞ്ഞിട്ട്. അതൊരു പോൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പോൾ സ്റ്റോറി ആയിരുന്നു. കുറേ പേരൊക്കെ റിപ്ലൈ തന്നു, കുറച്ച് പേരൊക്കെ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, കുറച്ച് പേരൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. സോ ആ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ. അതായത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ആ വിചാര ക്രിയയുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. പഠിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴും തന്നെ എന്തോ ഭാഗ്യം, ദൈവാധീനം ഉണ്ടായിരുന്നു അന്ന് തുടങ്ങി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എപ്പോൾ പോയാലും ജ്യോത്സ്യന്മാരോട് എൻ്റെ അമ്മ പോയി ചോദിക്കുമ്പോൾ പറയും ദൈവാധീനമുണ്ട്. എൻ്റെ 21ാമത്തെ വയസ്സിൽ തന്നെ ഞാൻ പ്രവാസത്തിലോട്ട് വന്നു. അങ്ങനെ 2015 ഞാൻ യു എയിലോട്ട് എത്തി. അങ്ങനെ ഒരു 5.5 കൊല്ലത്തോളം ഞാൻ യു എയിൽ വർക്ക് ചെയ്തു. 2020 നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു സമയമാണല്ലോ 2020. ഒരു വവ്വാൽ കടിച്ചതിൻ്റെ കുറച്ച് കഷ്ണം എടുത്ത് ആരോ വേറെ ഒരാൾ എടുത്ത് കടിച്ചിട്ട് അതിൽ നിന്നൊരു വൈറസ് ഉണ്ടായി. ആ വൈറസ് ലോകത്തിൽ തന്നെ മുഴുവൻ സ്തംഭിപ്പിച്ചൊരു കൊല്ലം കൊറോണ. ഈ കൊറോണ ദുബായിൽ നല്ല രീതിയിലും ആ സമയത്ത് അഫക്റ്റ് ചെയ്തു. ഞാൻ ആ സമയത്ത് ദുബായിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. പെട്ടെന്നാണ് ഈ സംഭവം വന്നത്, ലോക്ക്ഡൗൺ ആയി. പക്ഷേ ആ പ്രോജക്റ്റിൽ ഞാൻ വർക്ക് ചെയ്തൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡ് പ്രൊജക്റ്റാണ്. സോ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്, മെയിൻലാൻഡായിട്ട്. നമ്മൾ ഐലൻഡിൽ നിന്നാൽ മാത്രം മതി, നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ സെറ്റിൽ ചെയ്യണമായിരുന്നു. അങ്ങനെ കമ്പനിയിൽ വർക്ക് പയ്യെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി കുറച്ച് പേരെ ലോങ് ലീവിലോട്ട് പറഞ്ഞിടാൻ പോയി തീരുമാനിച്ചു. ഒരു ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റിലൊന്നും എൻ്റെ പേരുണ്ടായിരുന്നില്ല ആദ്യം. പക്ഷേ 2ാമത്തെ ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വന്നു. അന്ന് ആദ്യത്തെ ലിസ്റ്റിലുണ്ടായ ആൾ ആ ലിസ്റ്റിലില്ല. 2ാമത്തെ ലിസ്റ്റിൽ വന്നപ്പോൾ എൻ്റെ പേര് വരികയും ചെയ്തു. ആ പുള്ളിക്ക് എന്നേക്കാളും 3 ഇരട്ടി ശമ്പളമുണ്ട്. നമ്മുടെ നാട്ടുകാരനല്ല, നമ്മുടെ രാജ്യക്കാരനല്ല, വേറൊരു രാജ്യക്കാരനാണ്. പിന്നീട് അപ്പോൾ എനിക്ക് തോന്നി ആ സമയത്ത് ആ വിചാരമാണെന്നൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ആയിരിക്കുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഏതായാലും കുറേ നാളായിട്ട് ഞാൻ ഗൾഫിലേക്കാണ്, 5.5 കൊല്ലമായിട്ട് ഗൾഫിലേക്കാണ്. നാട്ടിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും അടിച്ചു പൊളിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചു കുറച്ചാളത്തേക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് നാട്ടിൽ പോവാം, ഈ കൊറോണയൊക്കെ കഴിയുമ്പോൾ തിരിച്ച് വരാം, വേറൊരു ജോലി നോക്കാമെന്ന് വിചാരിച്ചിട്ട് നാട്ടിൽ തന്നെ നിന്നു. പക്ഷേ 6 മാസം കഴിഞ്ഞിട്ടും 2 കൊല്ലം കഴിഞ്ഞിട്ടും എനിക്ക് തിരിച്ച് കയറാൻ പോകാൻ പറ്റാത്തൊരു അവസ്ഥ. എവിടേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ ഒന്നും നടക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ കസിൻ തന്നെയാണ് എന്നെ ഈ പറയണ പോലെ സ്പിരിച്വൽ പാതയിലോട്ട് ആദ്യമായിട്ട് എന്നെ കൊണ്ടുവരുന്നത്. ഞങ്ങൾ രണ്ടുപേരും പുള്ളിയുടെ കാറോ അല്ലെങ്കിൽ എൻ്റെ കാറോ എടുത്തിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ കറങ്ങാൻ പോകും. എസ്പെഷ്യലി തമിഴ്നാട് അമ്പലങ്ങളിൽ. എനിക്ക് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര ക്രേസാണ്. പുള്ളിക്ക് ഞാൻ വണ്ടി ഓടിക്കുന്നത് പുള്ളിക്ക് സേഫായിട്ട് തോന്നുന്നുണ്ട്. പുള്ളി എന്നെ തന്നെയാണ് കൂടുതലും വിളിക്കാറ്. പുള്ളി എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, ഞാൻ വണ്ടി ഓടിച്ചാൽ മാത്രം മതി. പുള്ളിയുടെ അറിവും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരും. പുള്ളി ഒരു ചെറിയൊരു എനർജി ഹീലറാണ്, റെക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്. പുള്ളിയാണ് എന്നെ റെക്കിയൊക്കെ പഠിപ്പിച്ചതും ഈ പറയുന്ന സ്പിരിച്വൽ ഈ ജേണിയിലോട്ട് എന്നെ കൊണ്ടുവന്നതും പുള്ളി തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ. അതിനെനിക്ക് യാതൊരു മടിയില്ലാത്തൊരു ഇതാണ് കേട്ടോ. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് വേണം ഈ ഒരു പ്രോസസ്സിൽ. ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ പോയി സ്പിരിച്വാലിറ്റിയിൽ. നമ്മൾ താങ്ക്ഫുൾ ആവാൻ വേണം, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവാൻ വേണം. അപ്പം ഞാൻ പുള്ളിയെടുത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നും മാറിപ്പോകാൻ പറ്റാത്തത്, എനിക്കൊരു നല്ലൊരു ജോലി കിട്ടാത്തത്, എനിക്ക് പുള്ളി എപ്പോഴും എൻ്റെ അടുത്ത് പറയും, നിനക്ക് നാട്ടിൽ വർക്ക് ചെയ്യാനല്ലടാ, നിനക്ക് പുറത്ത് വർക്ക് ചെയ്യാൻ തന്നെയാണ് കൂടുതലും യോഗം കാണുന്നത്. അത് ഒട്ടുമിക്ക എല്ലാ ജ്യോത്സ്യന്മാരും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് നിനക്ക് നാട്ടിൽ വർക്ക് ചെയ്യാനേക്കാളും കൂടുതൽ ചാൻസ് കൂടുതലും നിനക്ക് പ്രവാസം തന്നെയാണ് കൂടുതലും എഴുതി വെച്ചേക്കുന്നത് എല്ലായിടത്തും. സോ നീ അവിടേക്ക് നോക്കുക. അപ്പോൾ പുള്ളി ഇങ്ങനെ കുറച്ചും കൂടി ഞാൻ ഡീറ്റെയിൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഞാൻ വിസിറ്റ് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല, എന്തുകൊണ്ടാണെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് ആരോ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ആര് ചെയ്യാനാണ് മാമ, എനിക്ക് ഈ പറയണ പോലെ അങ്ങനത്തെ ഒരാളും ഇല്ല. അപ്പം ഞാൻ പുള്ളിയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ച് നേരം കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് പറഞ്ഞു, നിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ മെലിഞ്ഞിട്ട് കറക്റ്റ് ഈ ചെയ്ത ആളുടെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നു. എന്നിട്ടും പറഞ്ഞു, അത്
നമ്മുടെ ആളല്ല, ഇന്ത്യക്കാരനല്ല, പുറത്തൊരാളാണ് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് അത്രത്തോളം കത്തിയില്ല. കാരണം നമുക്ക് ആ സമയത്ത് ഇതിനെപ്പറ്റി ഒരു ABCD പോലും അറിയുന്നില്ല. ഈ പറയുന്ന സംഭവം ഉണ്ടോയെന്ന് പോലും അറിയില്ല. നമ്മൾ ജസ്റ്റ് അമ്പലത്തിൽ പോകുന്നു, തൊഴുന്നു, പോരുന്നു. പിന്നീടാണ് പുള്ളി എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ യെസ്, സംഭവം കത്തി തുടങ്ങി. കാരണം എന്നെക്കാളും 3 ഇരട്ടി ശമ്പളം മേടിച്ച ഒരാൾ പെട്ടെന്ന് ലിസ്റ്റിൽ ഉണ്ടായ ഒരാൾ പെട്ടെന്ന് തിരിച്ച് ലിസ്റ്റിലോട്ട് വരുന്നു. എന്നാൽ നമുക്ക് പണിയെടുക്കുന്നവരൊക്കെ പറഞ്ഞു വിടുന്നു. ആ ഒരു ലൈനിലോട്ടൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം കത്തി തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു ഇതിനെന്താ പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് 4-ാം വേദത്തിൽ കിട്ടിയ സംഭവമാണ്, 4-ാം വേദം എടുത്ത് മാറ്റില്ല, കുറച്ച് പണിയാണ്, എനിക്കറിയില്ല, അതുകൊണ്ട് നീ വേറെ ആരെങ്കിലും കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി, എന്നേക്കാളും 8 വയസ്സ് ഡിഫറൻസ് ഉണ്ട് എൻ്റെ ചേച്ചിക്ക്. എൻ്റെ ചേച്ചി എന്നേക്കാളും മുന്നേ സ്പിരിച്വൽ ജേണിയിൽ വന്ന ഒരാളാണ്. എങ്ങനെ വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വേറൊരു പണി എൻ്റെ ചേച്ചിക്കും കിട്ടിയിട്ടുണ്ട്. സോ ചേച്ചി അങ്ങനെയാണ് സ്പിരിച്വൽ ജേണിയിലോട്ട് വരുന്നത്. അപ്പോൾ ചേച്ചി ഈ പറഞ്ഞ പോലെ ചേച്ചിയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ ഗുരു അല്ലെങ്കിൽ എൻ്റെ കസിൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചേച്ചിക്ക് അറിയാവുന്ന ഒരാളെ കൊണ്ടുവച്ചിട്ട് ഇത് നോക്കി. സംഭവം ശരിയാണ്, 4-ാം വേദത്തിൽ തന്നെ കിട്ടിയേക്കുന്ന ഒരു പണിയാണ്, എടുത്ത് മാറ്റണം, എങ്കിൽ മാത്രമേ ഇതിൽ നിന്നൊരു ഇത് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒടിഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് അത്രയ്ക്കും വലിയൊരു കർമ്മമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കാര്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷനിലായിരുന്നില്ല ഞാൻ. സോ എൻ്റെ ചേച്ചിയാണ് എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തത് അതിൽ നിന്നൊക്കെ. ചേച്ചി അങ്ങനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് പുറത്തോട്ട് പോകാൻ എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ റെഡി ആവുന്നു. 1 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ച് പുറത്തോട്ട് പോവുകയും ചെയ്തു. സോ അപ്പം ഞാൻ വിശ്വസിച്ചു ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സംശയമുണ്ടല്ലോ, നിങ്ങളുടെ ഫാമിലിയിൽ മാത്രമേ ഇത് നടക്കുന്നുള്ളൂ എന്ന്. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ, നമ്മുടെ കുലദേവി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതിൻ്റെ പ്രൊട്ടക്ഷൻ തന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലാക്ക് മാജിക്കൊക്കെ നമ്മുടെ ഫാമിലിയിലോട്ട് എഫക്റ്റ് ചെയ്യും. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനപ്പന്മാരോ ഈ പറയുന്ന പോലെ കുലദേവി, അവർക്ക് കുടുംബദേവതയോ അല്ലെങ്കിൽ കുലദേവതയുടെ ക്ഷേത്രം പോലും അറിയില്ല അവർക്ക്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ മുടക്കി ഈ പറയുന്ന പോലെ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് അഷ്ടമംഗല്യ പ്രശ്നവും താമ്പൂല പ്രശ്നമൊക്കെ വെച്ച് നോക്കി. പക്ഷേ അപ്പോഴും അതിനകത്ത് തെളിഞ്ഞില്ല. കാരണം കുറേ കൊല്ലങ്ങളായിട്ട് മുടങ്ങി കിടക്കുന്നതാണ്. സോ ഇനിയിപ്പോൾ ഉള്ള പ്രോസസ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ദേവി അല്ലെങ്കിൽ നമ്മുടെ കുലദേവനെ പ്രത്യക്ഷപ്പെടുത്തുക, എന്നിട്ട് അവർ നമ്മളെ കാണിച്ചു തരിക. ഇത് മാത്രമല്ല ഇതിനകത്തുള്ള സൊല്യൂഷൻ. അല്ലെങ്കിൽ പിന്നെ വേറൊരു പ്രോസസ്സ് ഉണ്ട്, പക്ഷേ അത് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. അത് വർക്കൗട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പ്രോസസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരാം. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ സമയത്ത് എന്താണ് നമ്മളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെന്ന്. ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ ഇതിനകത്ത് പറയാം. ഈ സംഭവം നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം തന്നെ നമ്മൾ മാറിപ്പോവും. ഞാൻ 2020 എന്നൊക്കെ പറയുന്ന സമയത്ത് എൻ്റെ നല്ല പ്രായം എന്നൊക്കെ പറയാൻ പറ്റുമല്ലോ, 29 ആ പ്രായത്തിലാണ് ഞാൻ നിൽക്കുന്നത്. 2020 എന്നൊക്കെ പറയുന്ന സമയത്ത് 27 വയസ്സ് ആ സമയം അത്രയ്ക്കേ ആയിട്ടുള്ളൂ. സോ ആ സമയത്ത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സ്വഭാവം മാറും. അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടും, ആളുകളോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, എന്തിനോടും ഈ പറഞ്ഞ പോലെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെ. വീട്ടുകാരോട് പോലും ഇതൊക്കെ തന്നെ സ്വഭാവം. നമുക്ക് തന്നെ നമ്മളോട് തന്നെ ഒരു വെറുപ്പ് തോന്നി തുടങ്ങിയൊരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച്, നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ നിങ്ങൾ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ ഇവിടെയും കുറച്ച് കറുത്തിരിക്കുന്നതാണ്. അത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ്. അത് കാരണം ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമാണ് നമുക്കിതിൽ ചെയ്തേക്കുന്നത്. ഈ സംഭവം നമ്മുടെ ബോഡിയിൽ ലക്ഷണങ്ങൾ ഉണ്ടാക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ണിൻ്റെ താഴെയൊക്കെ കറക്കും. അപ്പോൾ പലരും ചോദിക്കും ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ കറക്കില്ലേന്ന്. ഞാനൊരു 10 മണിയാകുമ്പോൾ കയറി കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാണ് സാധാരണ. സോ എനിക്ക് ഈ പറഞ്ഞ ഡാർക്ക് സർക്കിളൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല. പക്ഷേ കണ്ണിൻ്റെ ചുറ്റിനും കറക്കാൻ തുടങ്ങുക, നെറ്റിയുടെ ഇവിടെയൊക്കെ കറക്കാൻ തുടങ്ങുക. ഇത് നമ്മൾ പോസിറ്റീവായി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിക്കോളും എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, തിരിച്ചങ്ങനെ വന്നോളും. നമ്മൾ പോസിറ്റീവായിട്ട് നിൽക്കുക. ഈ പറയുന്ന പോലെ അങ്ങനത്തെ എന്തെങ്കിലും ബ്ലാക്ക് മാജിക്കോ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്ത് കളയുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി തിരിച്ച് വന്നോളും എന്നാണ് പറയുന്നത്. ഇതിനെ പിന്നാമ്പുറത്തുള്ള സയൻറ്റിഫിക് റീസണൊക്കെ എൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കൈമാറത്തി കാണിക്കാൻ അറിയുള്ളൂ. കാരണം എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പിന്നെ ഉണ്ടാകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രിക് ട്രബിളാണ്. സ്ഥിരമായിട്ട് ഗ്യാസ്ട്രിക് ട്രബിളാണ്. എപ്പോൾ നോക്കിയാലും എമ്പക്കം വന്നുകൊണ്ടിരിക്കും. അതേപോലെ ഈ പറയുന്ന പോലെ നമ്മുടെ ബാക്ക് പെയിൻ, എപ്പോഴും ബാക്ക് പെയിൻ ആയിരുന്നു.
ഞാനൊന്നും അന്നൊക്കെ നമുക്കിത് അറിയില്ലല്ലോ ബാക്ക് പെയിൻ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്നു, ഈ പറഞ്ഞ പോലെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഫുൾ ടൈം ഇങ്ങനെ നടക്കുന്നു, അതുകൊണ്ടായിരിക്കുള്ളൂ ബാക്ക് പെയിൻ എന്നൊക്കെയാണ് ഞാൻ വിശ്വസിച്ചത്. പക്ഷേ അതായിരുന്നില്ല. അതേപോലെ നെക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പോരാത്തതിന് ഈ പറയണ പോലെ എന്തൊരു കാര്യം ചെയ്യാൻ പോയി കഴിഞ്ഞാലും മടിയായിരിക്കുള്ളൂ ബേസിക്കലി ഫസ്റ്റ് വരുന്നൊരു സംഭവം. നല്ല മടിയായിരുന്നു, മടി ഉണ്ടായിരുന്ന സമയം കൂടിയായിരുന്നു അത്. അതുകൊണ്ടൊക്കെയായിരുന്നു. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ്. പിന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്മെല്ല് വരും, വൃത്തികെട്ട സ്മെല്ല്. സാധാരണ എനിക്ക് വാർത്ത ഒരു വൃത്തികെട്ട സ്മെല്ലുണ്ട്, പക്ഷെ അതിനേക്കാളും രൂക്ഷമായിട്ടുള്ള ഗന്ധം വന്നു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്കുള്ളിലൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ, അതൊരു ബ്ലാക്ക് മാജിക് ആയിട്ടുള്ള നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി നെഗറ്റീവ് ആകുമ്പോൾ ഈ പറയുന്ന സ്മെൽസ് വരാൻ തുടങ്ങും, ഫൗൾ സ്മെൽസ്. നമുക്കത് ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വേർഷൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് കിട്ടും ഭയങ്കരമായിട്ട്. പിന്നെ ഇതെങ്ങനെ എടുത്ത് മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചിക്ക് അറിയാവുന്ന ഒരു ഹീലർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഈ സംഭവം എടുത്ത് മാറ്റിയത്. പുള്ളി ഇപ്പോൾ പരിപാടി ചെയ്യുന്നില്ല, പുള്ളി പറഞ്ഞ പ്രോസസ്സൊക്കെ നിർത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് പുള്ളിയുടെ ഡീറ്റെയിൽസ് എൻ്റെ അടുത്ത് ചോദിച്ച് വരരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നമ്പർ ഒന്നും തരാത്തത്. പുള്ളിയാണ് എനിക്ക് ഈ സാധനം എടുത്ത് മാറ്റിയത്. എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 10 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ മാറി മറിഞ്ഞു. കാരണം ഈ പറയുന്ന ജോലി കിട്ടാത്തൊരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉള്ളിൽ ടെൻഷൻ വരും, വീട്ടുകാരുടെ ഉള്ളിൽ ടെൻഷൻ വരും. വീട്ടുകാർ പോയിട്ട് ജാതകം വെച്ച് നോക്കും. ജാതകം വെച്ച് നോക്കുമ്പോൾ ജാതകവശാൽ നല്ല സമയമാണ്, ഒരു കുഴപ്പവും കാണിക്കുന്നില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ സംഭവം ഇതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ളൊരു ജോത്സ്യൻ്റെ അടുത്ത് പോവുക. അത്യാവശ്യം നല്ലൊരു കാലിബറുള്ളൊരു ജോത്സ്യൻ്റെ അടുത്തോട്ട് പോവുക. നിങ്ങളുടെ ജാതകം ഒന്ന് ചെക്ക് ചെയ്യുക. സമയവശാൽ നല്ല സമയമാണ്, പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം, ഇതേപോലത്തെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് നല്ലൊരു ഞാൻ പറയുന്ന എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കുറച്ച് ആദ്യകാലത്ത് ഫസ്റ്റ് ഈ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഉണ്ടാകുന്ന ലക്ഷണങ്ങളും ഇതെങ്ങനെ മാറ്റാമെന്ന്. അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ ഉണ്ടാകുന്ന പ്രകടനമായ ലക്ഷണങ്ങൾ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ലക്ഷണങ്ങൾ, ഈ ലക്ഷണങ്ങളൊക്കെ നിങ്ങളിൽ ഉണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ പറയുന്ന ആ സൊല്യൂഷൻസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന എനർജി ഹീലേഴ്സിൻ്റെ അടുത്തോ മാന്ത്രികന്മാരുടെ അടുത്തോട്ട് പോകാണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യും. കാരണം 75% ചെറിയ പ്രോസസ്സൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടണമെങ്കിൽ. അൺലെസ് നാട്ടിൽ 4ാം വേദം ആയിട്ടില്ലെങ്കിൽ. 4ാം വേദം വരുമ്പോഴാണ് കുറച്ച് പ്രശ്നം നമ്മളിൽ ഉണ്ടാകുന്നത് ഏറ്റവും കൂടുതൽ. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. കാരണം ഈ പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ് എമൗണ്ട് മതിയെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ 5x ആയിരിക്കുള്ളൂ. അതായത് 5 ഇരട്ടിയൊക്കെ പൈസ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ സമയത്ത് നമുക്ക് ഇത്രയും വലിയ പൈസയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് എൻ്റെ ചേച്ചിയാണ് എന്നെ ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നത്. കാരണം ചേച്ചി അത്യാവശ്യം ആ സമയത്ത് ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി എന്നെ ഹെൽപ്പ് ഔട്ട് ചെയ്തു. അതിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എനിക്ക് ഇപ്പോഴും ചേച്ചിയോടെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മളിതൊക്കെ ചിന്തിക്കുക, ലോജിക്കലിയും ചിന്തിച്ച് നോക്കുക. പലരും പറയുന്നുണ്ട് കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല, ഇത്രയും വയസ്സായി, ഇത് അതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. നമ്മുടെ സൊസൈറ്റി ഭയങ്കരമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും കല്യാണം കഴിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എൻ്റെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ എനിക്ക് 27ാമത്തെ വയസ്സിൽ തന്നെ എൻ്റെ അടുത്ത് വീട്ടുകാർ പെണ്ണാലോചിച്ച് തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും കല്യാണമൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം ഒരു 31ാമത്തെ വയസ്സ് വീട്ടുകാരുടെ നിവർത്തി വീട്ടുകാർ നമ്മളെ പറഞ്ഞ് നമ്മളൊരു സൊസൈറ്റി അങ്ങനെയാണല്ലോ, അങ്ങനെ ആക്കി നിർത്തിയേക്കണായിരുന്നു. ഏറ്റവും അവസാനം സമ്മതിച്ചു തുടങ്ങി. ഓൾമോസ്റ്റ് 2 കൊല്ലം കഴിഞ്ഞിട്ട് ശേഷമാണ് എനിക്ക് ഒരു പെണ്ണ് കിട്ടിയത്. സോ ഇതൊന്നും നിങ്ങൾ അറിയേണ്ട. ഈ പറയുന്ന സൊസൈറ്റി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പെണ്ണ് കിട്ടാത്തതോ അല്ലെങ്കിൽ ചിലപ്പോൾ ജോലി കിട്ടാത്തതോ അതൊക്കെ. സോ ബേസിക്കലി ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പോയി ജാതകവശം ഒന്ന് നോക്കുക. നിങ്ങളുടെ സമയം നല്ല സമയമാണെങ്കിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന സൂചനകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയുന്ന സൊല്യൂഷൻസ് ഉണ്ട്, അതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം വലിയ എമൗണ്ട് വരുന്ന പ്രോസസ്സൊന്നുമില്ല ഞാൻ അതിനകത്ത് പറയുന്നത്. എല്ലാം ചെറിയ പൈസക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. കുറച്ചും കൂടി പൈസ വരുന്നൊരു പ്രോസസ്സ് ഉണ്ടെങ്കിൽ അത് തിരുവിഴ ക്ഷേത്രത്തിൽ പോയിട്ട് ഛർദ്ദിക്കുന്നൊരു പരിപാടിയാണ് കൈവശത്തിന്. അത് മാത്രമാണ്. കാരണം തിരുവഴിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ഡേയ്സിൻ്റെ ഒരു പ്രോസസ്സാണത്. അത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പൈസ വരുന്നൊരു പ്രോസസ്സ്. പൈസ വരാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിങ്ങും പിന്നെ അവിടുത്തെ അക്കോമഡേഷനും മാത്രമാണ്. അല്ലാണ്ട് അവിടെ നിന്ന് ഇത് സേവിക്കാനൊന്നും വലിയ പൈസ ഒന്നുമില്ല. ഈ ട്രാവലിംഗ് ആൻഡ് അക്കോമഡേഷൻ മാത്രമാണ് അതിനകത്ത് ഏറ്റവും വലിയ പൈസ വരുന്നൊരു സംഭവം.
ഇതൊക്കെ ഒന്ന് ചെയ്യുക. അതേപോലെ ലാസ്റ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ തലവര മാറാൻ റീസൺ ആയിട്ടുള്ളൊരു സ്ഥലം. നിങ്ങൾ അവിടെയും കൂടിയൊക്കെ ഒന്ന് പോയി ചെയ്യാൻ പറ്റും, ആ പ്രോസസ്സും കൂടി ഒന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളോട് എന്നെ പലരും ചോദിക്കാറുണ്ട്, ഇത് എനിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ. കാരണം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം തന്നെ എനിക്ക് യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ് ഈ പറയുന്ന പോലെ ഹീൽ ചെയ്യണ സമയത്ത് സോൾ പ്രസൻസ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. കണ്ടുപിടിക്കാൻ പറ്റും ഡെഫിനറ്റ്ലി. ഞാൻ നോക്കുമ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ അങ്ങനെ ആരെയും നോക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എനിക്കിത് ഈ എനർജി റിലീസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമല്ല. അതുകൊണ്ടാണ് ഞാനത് നോക്കാത്തത്. പലരും ചോദിക്കുന്നത് ചേട്ടാ ഇത്രയ്ക്കും മോശമായിട്ട് സിറ്റുവേഷൻ ഉണ്ടെന്ന് ഹെൽപ്പ് ഔട്ട് ചെയ്യണം. ഇത് ഹെൽപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കർമ്മഫലം എടുത്ത് വെക്കേണ്ട അവസ്ഥ വരും. സോ ഞാൻ നിങ്ങളുടെ ഇന്ന് 10 രൂപ പോലും മേടിക്കാണ്ട് ഈ പറയുന്ന പ്രോസസ്സൊക്കെ ചെയ്യാനുള്ള റീസൺ തന്നെ എനിക്കുണ്ടായ പ്രശ്നങ്ങൾ നിങ്ങൾക്കിത് ചിലപ്പോൾ അറിയാൻ പാടുണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റാൻ പറ്റും. നിങ്ങൾ നിൽക്കുന്ന ഈ ഒരു സ്ട്രക്ക് സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് മാറി രക്ഷപ്പെടാനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് ഇതിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. എൻ്റെ ഒരു രൂപ ഞാൻ മേടിക്കുന്നില്ല ഒരാളുടെയും കയ്യിൽ നിന്നും. ഒരാളെ ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ കണ്ടെത്തുക. കാരണം റെക്കമെൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നവും വേറെ ഉണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞു പോകേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന്. കാരണം പലരും വന്ന് കമൻ്റ് ഇടുന്നൊരു ചോദ്യമാണ്. ഇപ്പോഴത്തെ ഒരു ഇത്രയ്ക്കും പ്രോഗ്രസ്സായി, പക്ഷേ ഇതൊക്കെ ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോയെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശാസ്ത്രം വളർന്നുവെങ്കിലും നമ്മുടെ ശാസ്ത്രം ഒരു 2000 കൊല്ലത്തിനൊക്കെ പിന്നെയാണ് ഓടുന്നത്. കാരണം അതിന് മുന്നേ തന്നെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാ വേദത്തിലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 4 വേദങ്ങളുണ്ട്. ആ 4ാമത്തെ വേദത്തിൽ ഇന്ന് ഏറ്റവും അവസാനത്തെ വേദം, ആ വേദം ഞാൻ പറയുന്നില്ല. മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതി. അതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അതിനകത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഇത് പറഞ്ഞു പോയിട്ടുണ്ട്. കാരണം നമ്മുടെ ശാസ്ത്രത്തിനേക്കാളും മുന്നേ ചിന്തിച്ച് എഴുതി വെച്ചിട്ടുണ്ട് മുനിമാർ ഇതിനെപ്പറ്റിയും കാര്യങ്ങളൊക്കെ പറ്റി. കാരണം നമ്മുടെ ചുറ്റിനും നിൽക്കുന്നത് എല്ലാം എനർജീസാണ്. ഈവൻ ഐൻസ്റ്റീൻ ആയാലും നിക്കോളാസ് ടെസ്ല പോലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റിനുള്ളത് എനർജീസാണെന്ന്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നല്ല ഐൻസ്റ്റീൻ പറയുന്നത്. ഇതൊക്കെ ഒരു തരം എനർജി തന്നെയാണ് ബേസിക്കലി. സോ എന്തെങ്കിലും ഇതേപോലത്തെ സംശയം, ഞാൻ ഓൾറെഡി ചെയ്ത സംശയങ്ങളാണെങ്കിൽ ഞാൻ വീഡിയോ റെഫർ ചെയ്യുള്ളൂ. അല്ല ചിലർക്ക് വേറെ സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വീഡിയോ ചെയ്യാം എന്ന് മറുപടി കൊടുക്കുള്ളൂ. ഡെഫിനറ്റ്ലി അവർക്കുള്ള വീഡിയോസ് ഞാൻ ചെയ്തതായിരിക്കുള്ളൂ. എൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഞാൻ വീഡിയോസൊക്കെ കുറച്ചിങ്ങനെ പെൻഡിങ് ആയി പോകുന്നത്. കാരണം വർക്ക് അത്യാവശ്യം തിരക്കുണ്ട് ഓഫീസിൽ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ കുറച്ച് ഡിലേ ആയി പോകുന്നത്. ചിലപ്പോഴൊക്കെ വീഡിയോ എടുക്കാൻ സമയം പോലും കിട്ടാത്ത അവസ്ഥയാണ്. സോ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.